ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വയസ്സ് 60 വയസ്സ് ഒക്കെ ഉള്ള നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. അവരിൽ മിക്കവാറും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ കാലുകൾക്കുണ്ടാകുന്ന കുഴപ്പങ്ങൾ. ഓക്കെ, കാലുകൾക്ക് പെരുപ്പ്, തരിപ്പ്, വേദന, കാൽമുട്ടുകൾക്ക് പ്രശ്നം, അവരുടെ കാലുകളുടെ സ്ട്രെങ്ത് കുറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, കാലിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ സംഭവിക്കുന്നത്. സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയാറില്ല മിക്കവാറും ആൾക്കാർക്കൊന്നും. അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് 2 ആഴ്ചക്കുള്ളിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന, നിങ്ങളുടെ കാലുകളിലോട്ടുള്ള രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്ന, സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അപ്പം ആദ്യത്തെ വർക്കൗട്ട്, നിങ്ങൾക്ക് ഇതേക്കൊരു ചെയറിൽ ഇരിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മറ്റൊരു ചെയറിൽ ഇതേക്കൊരു തലയണ വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡിൽ തന്നെ ഒരു തലയണ ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഉയർത്തി അതിൻ്റെ മുകളിൽ വെക്കുക. സ്ട്രൈറ്റ് ആയിരിക്കണം കാല്. അതിനുശേഷം നിങ്ങളുടെ പാദങ്ങൾ ഇതേപോലെ മുകളിലോട്ട് താഴോട്ട്. ഓക്കെ, കാല് നല്ല സ്ട്രൈറ്റ് ആയിരിക്കണം. ഇത് നിങ്ങളുടെ കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് 20 പ്രാവശ്യം ഇത് ചെയ്യാം. ഓക്കെ, താഴോട്ട് ഇത് കണക്ക് മുകളിലോട്ട്. കണ്ടില്ലേ, വളരെ അനായാസം ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ്. നമുക്ക് ഈ കാലിൽ വെരിക്കോസസിൻ്റെ പ്രശ്നങ്ങൾ, അതേ കണക്ക് തന്നെ നമ്മുടെ കാൽമുട്ടുകളുടെ വേദന, കാലിൻ്റെ പാദങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന നല്ല അടിപൊളി വളരെ ലളിതമായിട്ടുള്ള ഒരു വ്യായാമമാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ വീട്ടിൽ തന്നെ പരിശീലിക്കാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു 2 ആഴ്ച കൊണ്ട് തന്നെയൊക്കെ നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. വളരെ സ്ലോവിലുള്ള മൂവ്മെൻറ്റ്സ് നിങ്ങൾ ചെയ്താൽ മതിയാവും. നിങ്ങൾക്കൊരു 20 പ്രാവശ്യം ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഫ് മസിലൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് സിറ്റിംഗ് കാഫ് റൈസ് എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വ്യായാമമാണ്. നിങ്ങൾക്ക് ഇതേക്കൊരു ചെയറിലിരിക്കാം. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം കൈകൾ നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകളിലായിട്ട് ഇങ്ങനെ വെക്കാം നിങ്ങൾക്ക്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതേ കണക്ക് നിങ്ങളുടെ കാലിൻ്റെ ഫിംഗർ, നിങ്ങളുടെ കാലിൻ്റെ വിരലുകൾ മുകളിലോട്ട് ഉയർത്തുക. ഓക്കെ, ഇതേ കണക്ക് 1 പതുക്കെ താക്കുക, 2 താക്കാം, 3, 4. ഇത് നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ലളിതമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ലെഗ് സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ്. ഓക്കെ, ഇത് ചെയ്യുന്ന വഴി നമ്മുടെ കാഫ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആകും. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഹാർട്ട്, നമ്മുടെ രണ്ടാം ഹൃദയം എന്ന് അറിയപ്പെടുന്ന അവയവമാണ് നമ്മുടെ ലെഗ് മസിലിലെ കാഫ് എന്ന് പറയുന്നത്. ഓക്കെ, കാഫ് മസിൽ നമ്മുടെ കാലിലോട്ടുള്ള ഈ രക്തയോട്ടം കുറയുന്ന മൂലമാണ് നമുക്ക് മിക്കവാറും ആൾക്കാർക്കൊക്കെ ഈ പ്രായമായി വരുന്തോറും കാലുകൾക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് സംഭവിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ഇതേ കണക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു 20 പ്രാവശ്യം ആവർത്തിക്കാം. ഓക്കെ, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് ഇത്. നമ്മുടെ കാഫ് മസിൽ നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും. അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് അതേ കണക്ക് തന്നെ നമുക്ക് സ്റ്റാൻഡിങ് കാഫ് റൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഒരു കസേരയിൽ ഇതേ കണക്ക് പിടിച്ചുകൊണ്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഇതേ കണക്ക് ഒരു കസേരയിൽ പിടിക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നുകൊണ്ട് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ നിന്നുകൊണ്ട് ചെയ്യാം. ഓക്കെ, ഇതേ കണക്ക് മുകളിലോട്ട് ഉയരുക, താഴോട്ട് വരിക, മുകളിലോട്ട് വരിക, താഴോട്ട് വരിക. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഇതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടാണ്. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി തന്നെ നമ്മുടെ കാലിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിക്കും. അതിലുപരിയായിട്ട് നമ്മുടെ ഈ കാലിൻ്റെ പാദങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓക്കെ, മിക്കവാറും ആൾക്കാർക്ക് ഈ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപ്പൂറ്റി വേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ സഹായിക്കും. നിങ്ങളുടെ കാൽമുട്ടുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, വളരെ നല്ല ഒരു വർക്കൗട്ടാണിത്. ഈ വർക്കൗട്ട് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഈ പ്രമേഹമുള്ള ആൾക്കാർക്ക്, ഷുഗർ പേഷ്യൻസിനൊക്കെ രക്തത്തിലെ ഷുഗറിൻ്റെയൊക്കെ അളവിനെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ വർക്കൗട്ട് കൂടിയാണിത്. ഓക്കെ, ഈ കാഫ് റൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ട് കണ്ടാൽ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിലോട്ടുള്ള ബ്ലഡ് പമ്പിങ് ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ട് കൂടിയാണിത്. ഓക്കെ, അപ്പം ഞാൻ ഈ വ്യായാമങ്ങൾ ഇന്ന് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ചെറുപ്പക്കാരിലും ഇപ്പോൾ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ചെറുപ്പക്കാർ ഈ വ്യായാമം ചെയ്യേണ്ടെന്നല്ല, അവർക്കും ചെയ്യാം. എന്നാലും
പ്രായമായവരിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഈ ഒരു വർക്കൗട്ട് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ നാലാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ക്വാട്ട് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, സ്ക്വാട്ട് വർക്കൗട്ട് നിങ്ങൾ ഇതേ കണക്ക് നിങ്ങൾക്ക് ഒരു കസേരയിൽ ഇതേ കണക്ക് പിടിക്കാം. ഓക്കെ, ഒരു ചെയറിൽ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ പതുക്കെ നിങ്ങളുടെ ഗ്ലൂട്ട് പതുക്കെ ബാക്കിലോട്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ ലോവർ ബാക്കൊക്കെ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് ഇത്ര മാത്രം നിങ്ങൾക്ക് ഇരിക്കാം. 1, ഇതേപോലെ കണ്ടില്ലേ, സാവധാനം താഴുക. ഇതേ കണക്ക് നിങ്ങളുടെ നടുവൊക്കെ നല്ല സ്ട്രെയിറ്റ്, നിങ്ങളുടെ ബോഡി പോസ്ചറൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. ഈ ഒരു വർക്കൗട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ കാലുകളുടെ ഫുൾ മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അത്ഭുത വർക്കൗട്ടാണിത്. ഓക്കെ, നിങ്ങളുടെ ഹാംസ്ട്രിങ്, നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, നിങ്ങളുടെ കാലിലെ മുട്ടുകൾ, നിങ്ങളുടെ കാഫ് മസിൽ, ഇതിനെല്ലാം സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ്. ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു 15 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതേ കണക്ക് സാവധാനം താഴോട്ട് വരാം, അപ്പ് ചെയ്യാം. കണ്ടില്ലേ, പതുക്കെ താഴോട്ട് വരാം. ഒരു കസേരയിൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ പ്രായമായി വരുന്തോറും നമ്മുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി ബാലൻസും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നമുക്ക് അതിനെയൊക്കെ മറികടക്കാനായിട്ട് ഈ വർക്കൗട്ട് കൊണ്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് സാവധാനം ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുമ്പം എൻ്റെ ആ ഒരു ബോഡിയുടെ ഒരു പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളും ചെയ്യുമ്പോൾ അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു മസിൽസിലോട്ട് പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതിയാവും. നിങ്ങൾ ആദ്യ സമയത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഒരു പെയിൻ കാലുകൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല. നിങ്ങൾ വളരെ സാവധാനം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക വ്യായാമങ്ങൾ. നിങ്ങൾക്ക് 2 ആഴ്ചക്കുള്ളിൽ തന്നെ നല്ലൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പല മരുന്നുകൾ കൊണ്ടും നിങ്ങൾക്ക് മാറാത്ത ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന സിമ്പിൾ വർക്കൗട്ടുകളിലൂടെ, നമ്മൾ മരുന്നുകൾ മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ കുറച്ചൊക്കെ വ്യായാമങ്ങൾ കൂടി ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ 4 വർക്കൗട്ടുകൾ. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കാലുകളൊക്കെ ഉരുക്ക് പോലെയാക്കുക, നിങ്ങളുടെ കാലുകളൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക, രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കുക. നിങ്ങൾ ഓടിച്ചാടി നടക്കട്ടെ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.